അപ്പോഴേ കുറേ നാളല്ല താജ്മഹൽ കണ്ടിട്ടില്ല, കുറേ നാളെ ആഗ്രഹിക്കുന്നു ഒന്ന് കാണണം എന്ന്. അപ്പം ഇന്ന് അതിനൊരു അവസരം കിട്ടി. അപ്പം ഞങ്ങളെല്ലാം താജ്മഹൽ കാണാൻ പോവാ. ഞാനും ചായയും താജ്മഹൽ കണ്ടിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മാത്രമുള്ളല്ലേ ഫസ്റ്റ്. അതെ അതെ. അപ്പം ഇവിടെ നിന്നാ ട്രിപ്പ് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്നാലേ ഓട്ടോ കിട്ടും, അതിന് കയറി പോവാം. അതിന് കയറി പോയി. അതെ, നടക്കണം കുറച്ച്. എന്തൊരു വെയിലാ. തണുപ്പിന്റെ കേട് തീർന്നില്ലേ? ശരിയാ. രാമകുട്ടി ഇതെന്നെ തോളലെന്നാ ബാഗാണോ? ട്രിപ്പ് വണ്ടി കാത്തു നിൽക്കുവാ. അതെ, നമ്മളവിടെ നടന്നു വന്നപ്പോ കൊറേ ഓട്ടോ പോകുന്നുണ്ട്. അതെ, ഇടയ്ക്ക് കാലിയൊക്കെ പോയായിരുന്നു. ദൂരെന്നൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. കൈ കാണിക്കണം കേട്ടോ, എന്നാലേ നിർത്തുള്ളൂ. വണ്ടി വരുന്നുണ്ട്, അതെ പോവാൻ തോന്നുന്നു. ഇതേ കേറോ? എല്ലാരും കൂടെ ഓട്ടോയിൽ കയറി. ലോറിയിൽ പോകുമ്പോഴേ ഇതുപോലെ ആൾക്കാരെ നിറച്ച് ഓട്ടോ പോകുന്നത് കണ്ടിട്ടേ ഉള്ളൂ. ഇന്നിപ്പോ അതുപോലെ തന്നെ കേറാൻ പറ്റി. ബൈപ്പാസിൽ നിന്ന് ആഗ്ര ടൗണിലേക്ക് ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ ചായി? 13 അല്ലേ? നമ്മൾ ആഗ്ര ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. രാമൻകുട്ടി അടിപൊളിയായിട്ട് ഒരു ഉറക്കം ഉറങ്ങിയല്ലേ? അവിടെ ചിലപ്പോ എഴുന്നേക്കുമായിരിക്കും. ഇന്നലെയൊക്കെ മഴ പെയ്തെന്ന് തോന്നുന്നല്ലേ? ഇതൊരു മോഡൽ പോലെ ഉണ്ട്. വൈകിട്ടത്തേക്ക് മഴയായിരിക്കും. മെട്രോയുടെ പണി നടക്കുകയാന്ന് തോന്നുന്നല്ലേ? അതെ. ഇപ്പോഴേ ഇവിടെ വന്നപ്പോ എല്ലാവർക്കും ദാഹിക്കുന്ന എന്നാ ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നമുക്ക് കയറാം. ഇവിടെ കിടക്കുന്ന എല്ലാം ട്രിപ്പ് വണ്ടിയാ. ഈ ഓട്ടോ വരുന്ന എല്ലാം ട്രിപ്പ് വണ്ടിയാ, ഇതുപോലെ വരുന്ന കേട്ടോ. ടിക്കറ്റ് നേരത്തെ എടുത്തായിരുന്നു, അതിൽ ഒരാളുടെ പേര് മിസ്സായിപ്പോയി, അതുകൊണ്ട് വിഷമിച്ചിരിക്കാം. ഇപ്പൊ ഓക്കെ ടിക്കറ്റ് കിട്ടി കേട്ടോ. കുഞ്ഞുങ്ങളെ മേടിക്കണ്ട, കുഞ്ഞുങ്ങളില്ല ഞങ്ങള് പോകത്തൊന്നുമില്ല. നീ പോകാൻ നീ തന്നെ പോകത്തുള്ളൂ, ഞങ്ങള് കുഞ്ഞുങ്ങളില്ല, ഞങ്ങള് പോകത്തില്ല. നമ്മൾ താജ്മഹലിന്റെ അടുത്തെത്തി. താജ്മഹൽ മെട്രോ സ്റ്റേഷൻ പണി തീർന്നു വരുന്നോളം തോന്നുന്നു കേട്ടോ. നമ്മളിങ്ങോട്ട് വരുമ്പോ അതിന്റെ പണി നടക്കുന്ന കണ്ടായിരുന്നല്ലോ. ടിക്കറ്റ് ഒക്കെ എടുത്താലോ നമ്മള് നേരെ പോയാ പോരെ? ഇവിടെ നീ വണ്ടി പോകുന്നുണ്ടെന്നാ പറഞ്ഞ കേട്ടോ, ഇലക്ട്രിക് വണ്ടി ഉണ്ട്. അതിന് എത്രയും ചാർജ് ഒക്കെ ചോദിക്കുക. ഈ വീഡിയോ എടുപ്പ് ചാർജ് ഞാൻ പോയി ചോദിക്കണം, ആരുടെ ഒരാൾ പോയി ചോദിക്കത്തില്ലേ? ആ ഇലക്ട്രിക് വണ്ടി കയറി 500 മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് അവിടെ ഗേറ്റ് വരെ. ഒരാൾക്ക് 20 രൂപ. ആ കൂടെ വേണം ഗൈഡും ഉണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്റെ അതെ, അതിന്റെ ചരിത്രം പറഞ്ഞു തരും. കുഞ്ഞിക്കണ്ണ ഇതുണ്ടോ ഒരാളിരിക്കുന്നേ? കുഞ്ഞിക്കണ്ണ കണ്ടില്ല, ചേട്ടാച്ചനാന്ന് പറഞ്ഞപ്പോ വേഗം നെട്ടിത്തിരിഞ്ഞ് നോക്കുക. ഇതിനകത്ത് കയറണമെങ്കിലേ ഷൂ കവർ ഇടണം. അപ്പം നമ്മളിവിടുന്ന് മേടിച്ച് 3 എണ്ണം 20 രൂപ. ഇലക്ട്രിക് വണ്ടിയുടെ സ്റ്റാൻഡ് ഇവിടെ കേട്ടോ. അതെ, താജ്മഹലിന്റെ വെസ്റ്റ് ഗേറ്റ് എൻട്രി ഇതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഒക്കെ കാണിക്കണം. ഓൺലൈനിൽ എടുത്തവർക്ക്, അല്ലാത്തവർക്ക് ഇവിടെ വന്നെടുക്കാം. ഓൺലൈൻ എടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുത്തതെല്ലാം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യും, ബാഗൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റി വിടുന്നത്. സെക്യൂരിറ്റി ചെക്കപ്പ്. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. നല്ലൊരു ഗാർഡൻ, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്ന. വെള്ളമൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവര്. കണ്ടതേ, വിശ്രമിക്കാനായിട്ട് ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് താജ്മഹലിന്റെ മെയിൻ ഗേറ്റ്. മെയിൻ എൻട്രൻസിനകത്തെ പെയിന്റിങ്സ് ആയതല്ല, നല്ല ആർച്ച് വർക്കൊക്കെ ഉണ്ട്. ലോകമഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണയ്ക്ക് വേണ്ടി പണികഴിപ്പിച്ചതാണ് താജ്മഹൽ. ഇതിന് ചുറ്റിനും എൻട്രൻസ് ഉണ്ട്, 4 എൻട്രൻസ് ഉണ്ട് ഇതിന്. യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ താജ്മഹൽ പൂർണ്ണമായും വെണ്ണക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ അകത്ത് കയറാനായിട്ട് കാലിൽ ഷൂ കവറൊക്കെ ഇട്ട് എല്ലാവരും റെഡിയായി. 35 രൂപ നമുക്ക് ഗേറ്റിനകത്തേക്ക് കയറാനും, പിന്നെ ഇവിടുന്ന് നമ്മുടെ മെയിൻ മ്യൂസിയത്തിലോട്ട് കയറാനായിട്ട് 200 രൂപ പെർ ഹെഡ്.
നമുക്ക് ഈ ടിക്കറ്റ് ഓൺലൈനിലും എടുക്കാം, ഇവിടെ വന്നിട്ടും എടുക്കാം. അപ്പം ഇതാണ് യമുന നദി. യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. 22 വർഷം എടുത്തെന്നാണ് പറയുന്നത് ഈ താജ്മഹലിൻ്റെ പണി പൂർത്തീകരിക്കാൻ. 10,000-കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇത് പൂർത്തീകരിച്ചതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ശില്പി എന്ന് പറയുന്നത് ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ്. മറന്നുപോയോ? എന്നാ മറന്നുപോയേ? ഡാമിനെ നമ്മൾ മറന്നുപോയെന്നാ പറയുന്നേ. ഡാമി ഓടിച്ചല്ലേ ഇതേ ഓടിച്ചല്ലേ. രണ്ടുപേരുടെ വർത്താനമൊക്കെ പറഞ്ഞ് വരുന്നുള്ളല്ലോ. നോക്കി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുഞ്ഞിക്കിളി ഓടിക്കളഞ്ഞു. കുഞ്ഞിക്കിളിക്ക് എന്നാ ഒരു നാണം വന്നോ? അപ്പം നമ്മുടെ ഈ താജ്മഹലിൻ്റെ വീഡിയോ നമ്മുടെ പുത്ത ട്രാവൽ വ്ലോഗിൽ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താജ്മഹലൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിതേ തിരിച്ചിറങ്ങി. ഇപ്പൊ പോയി വല്ലതും കഴിക്കണ്ടേ? വിശക്കുന്നുണ്ട്. ദാമിക്കുട്ടൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ മഴക്കോളും ഉണ്ട്. പെട്ടെന്ന് വണ്ടിയിലേക്ക് പോയേക്കാം. അച്ഛയുടെ തോളായിരിക്കണോ? അവിടെല്ലാം കയറി തിരിച്ചിറങ്ങിയപ്പോഴത്തേനും എല്ലാരും മടുത്ത്. ഇനിയിപ്പോ ഇലക്ട്രിക് വണ്ടിക്ക് പോവാം, നടക്കാനുള്ള ത്രാണിയില്ല. ഇങ്ങോട്ട് വണ്ടിയൊന്നും വേണം, നല്ല എനർജി ആയിരുന്നു കാണാനുള്ളത്. തിരിച്ചിനി ഫുഡ് കഴിക്കണം, എന്നാലേ എനർജി ആവുള്ളൂ. ഇതാണ് റെഡ് ഫോർട്ട്. സമയല്ലേ കേറിട്ട് പോയായിരുന്നു. ആഗ്ര ഫോർട്ട് പാർക്ക്. ഇവിടുത്തെ മധുരയിലൊക്കെ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്. അതെ അതെ, അതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ. ഞാനൊരു വെജ് താലി പറഞ്ഞു, പിള്ളേര് ബിരിയാണിയും, ഏട്ടനും ചായയും കൂടി റൊട്ടിയും കടായി ചിക്കനും. എല്ലാരും കഴിച്ചു കഴിഞ്ഞ് വണ്ടിയെ കയറി. ഇപ്പൊ ദാമക്കുട്ടിക്ക് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞു. ദാമക്കുട്ടി അവിടെ വെച്ച് ഐസ്ക്രീം ചോദിച്ചോ, ഞാൻ പറഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ടാട്ടെന്ന് പറഞ്ഞായിരുന്നു. അതാ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് ഐസ്ക്രീം ചോദിച്ചേ. അതാ ഓടി വന്ന് ഇവിടെ കയറി ഇരിക്കുവോ മുഖം വീർപ്പിച്ച്. കുഞ്ഞിക്കിളിക്ക് ലിച്ച് കണ്ടപ്പം ലിച്ച് വേണമെന്നപ്പോൾ 1 കിലോ ലിച്ച് മേടിച്ചു. നിങ്ങളേ താജ്മഹലൊക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ ചേട്ടാച്ചാ? താജ്മഹൽ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? അതുകൂടെ പോണേ. അല്ലാതെ നമ്മള് കണ്ടല്ലോ, വെളിയിൽ നിന്ന് കണ്ടല്ലോ. നമ്മളിപ്പോ മണ്ടേന്ന് വന്നിട്ട് സമയം എന്തേരേ, നമുക്ക് പോകണ്ടേ? ഇവിടെ നിന്നാ ഇവിടെ ഇറങ്ങിക്കൊണ്ട് നിന്നാ മതിയോ? വീട്ടിൽ പോകണ്ടേ? സ്കൂളൊക്കെ തുറന്നില്ലേ? ചുടുവട്ട വണ്ടി എന്തേരെ കിടക്കുന്നുണ്ടോ? ട്രാക്ടർ. അതെ അതെ. ഇപ്പൊ നമ്മള് താജ്മഹലൊക്കെ കണ്ട് വണ്ടി എടുത്തേക്ക് പോന്നു. ഇനിയിപ്പോ നമുക്ക് അടുത്ത ഗ്വാളിയർ, ഝാൻസി, സാഗർ, ലക്നാഡോൺ, നാഗ്പൂര്. അപ്പൊ കേരളോ? കേരളം കുഞ്ഞിക്കിളി നമുക്കിനി എത്ര സ്റ്റേറ്റ് ഓടാനുണ്ടെന്ന് ഓർത്താ നമ്മള്. അതെ, ഇപ്പൊ സ്ഥലമേ പറഞ്ഞോളൂ. അതിനകത്ത് ഇപ്പൊ നമ്മള് UP കൂടാണോ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി അടുത്ത മധ്യപ്രദേശ് കയറും, അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര കയറും, അത് കഴിഞ്ഞ് കർണാടക കയറും. കർണാടകയിൽ മൈസൂറാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. ആ ലോഡ് ഇറക്കിയിട്ട് വേണം നമുക്ക് അടുത്ത കേരളത്തിലേക്ക് പോകാൻ. ബൺസൊക്കെ മേടിച്ചു തരാം. കേരളത്തിലേക്ക് കാര്യമല്ല, മൈസൂർ ലോഡ് ഇറക്കിയിട്ട് മൈസൂരിൽ നിന്ന് അടുത്ത വേറെ എന്തെങ്കിലും ലോഡ് കയറണം കേരളത്തിലേക്ക്. അരിയോ പഞ്ചസാരയോ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പുറമേറ്റ് ലോറി ഒരിക്കലും കാലി ഓടത്തില്ല. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ലോഡ് കാണും. ഒരു സൈഡ് വാടകയേ ഉള്ളൂ നമുക്ക്, 2 സൈഡ് വാടകയില്ല. അതുകൊണ്ട് ലോഡ് എടുത്തേ ഓടാൻ പറ്റുള്ളൂ, എങ്കിലേ മുതലാവുള്ളൂ. മുതലാകുന്നില്ല. അന്നേരം ഒരു സൈഡ് കാലിയും കൂടെ ഓടിയാൽ എങ്ങനെ ഇരിക്കും? അതെ. ഉറങ്ങിക്കോട്ടെ. അതെ, ഞാനൊന്നും അല്ല ഈ ട്രിപ്പിലെ മെയിൻ ഡ്രൈവർ. ഉറങ്ങിക്കോ, വൈകിട്ട് എണീറ്റ് പിന്നെ നൈറ്റ് കിടക്കുമല്ലേ. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. പകല് കുറച്ചു നേരം ഉറങ്ങിയാലും രാത്രിയിലെ 12 മണിക്കൂർ കുറയത്തില്ല. നിങ്ങൾ രണ്ടും മെയിൻ ഡ്രൈവർ. രാത്രി ഓടിക്കാൻ തരാന്നേ, കുഴപ്പമില്ല. ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പൊ നമ്മള് UP പാസ്സായി രാജസ്ഥാനിലേക്ക് കയറി. ഇനി കുറച്ച് രാജസ്ഥാനിൽ ഓടി, അത് കഴിഞ്ഞ് വീണ്ടും UP കയറും. അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശിലേക്ക് കയറും. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സംസ്ഥാനമായ മധ്യപ്രദേശിൽ കയറി. മധ്യപ്രദേശ് കുറച്ച് ഓടാനല്ലേ? മധ്യപ്രദേശ് കുറച്ച് ദൂരം ഓടാനുണ്ട്. ഇതുണ്ട്, ഇവിടെയൊക്കെ ചാണകം ഉണക്കാനിട്ടേക്കുന്നതല്ലേ? ഉണങ്ങിയത് മറ്റേ ചാണകവരളി എന്ന് പറയുന്ന സാധനമില്ലേ, പരത്തി ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. അതെടുത്ത് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അത് മൂടി ചാണകം കൊണ്ട് തന്നെ പൊതിഞ്ഞു കെട്ടിയൊക്കെ വെച്ചേക്കുന്നത്. നല്ല ഷേപ്പിൽ വെച്ചേക്കുന്നത്. നല്ല ഷേപ്പിൽ ഡിസൈൻ ഒക്കെ ചെയ്ത്
മഴക്കാലത്ത് കത്തിക്കാൻ വേണ്ടി എടുത്ത് സെറ്റാക്കി വെച്ചേക്കുന്നത്. ആ ഗോളിയാറിന് 45 കിലോമീറ്ററും കൂടി ഉണ്ടല്ലേ? ആ ഗോളിയാർ അടുത്താ. ആ എന്നെ ഗോളിയാറിലെ സിംഹത്തിന്റെ മടയിൽ പാട്ട് പിടിക്കാൻ പോന്നോ? അതെ, അതാ പേര് കേൾക്കുമ്പോ എപ്പോഴും നമുക്ക് ആ ഡയലോഗ് ഓർമ്മ വരും. അതെ അതെ. ബസ് സ്റ്റാൻഡ് മാർക്കറ്റും ഒക്കെയാന്ന് തോന്നുന്നല്ലേ? അതെ, എന്താന്നറിയില്ല, ഭയങ്കര ബ്ലോക്ക് ആണല്ലോ. ഇവിടെ സാധാരണ ബ്ലോക്ക് ഉണ്ടാകുന്ന റോഡാണോ? അതറിയില്ല, നമുക്കിപ്പം പറയാൻ പറ്റത്തില്ലല്ലോ. അതെ. ഇത് ബ്ലോക്ക് ആയപ്പോ ലോറി കയറി പോന്നുണ്ടോ? ഞാൻ പറഞ്ഞേ. അതെ അതെ. നോക്കിയാ അവൻ എന്നാ പണിയാ കാണിക്കുന്നതെന്ന് കണ്ടോ? ബ്ലോക്കാന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയ പോക്കാ. ഡ്രൈവർമാരല്ലേ? ആ അതെ അതെ, മെഡിക്കൽ ഡ്രൈവർമാരാ. ഒന്നാമത് ഈ സൈസ് വണ്ടിക്ക് ഇവിടെ ഒരു നിയന്ത്രണവും ഇല്ല. അതെ അതെ, അന്യ പോക്കും വരവും ഓവർലോഡ് പോവാ. ഇവിടെ എന്താ ബ്ലോക്ക് അയക്കുന്നത്? എന്താ ഇവിടെ അടുത്ത ഒരു ലോഡ് മത്തങ്ങ ഉണ്ടോ പിക്കപ്പേല്? പിക്കപ്പേ കണ്ടോ? ആണത് അത് പറഞ്ഞെടുത്ത് നമുക്ക് നാളത്തെ കാപ്പിക്കായി മത്തങ്ങ പുഴുങ്ങായിരുന്നു. ഭയങ്കര ബ്ലോക്കാ ഇവിടെ. ക്രെയിൻ നിന്ന് ഈ പൈപ്പ്, കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് ഇറക്കുന്നതിന്റെ ബ്ലോക്കാണ്. ഹൈവേയിലായതുകൊണ്ട് ബ്ലോക്കായതാ. ഇത് ഇവിടെ ഈ പൈപ്പേ വലിയ പൈപ്പ് ഇവിടെ ഇറക്കായിരുന്നു. ക്രെയിൻ നിന്നുകൊണ്ടായിരുന്നു ബ്ലോക്കായത്. അതുകൊണ്ട് ആ സൈസ് വലിയ പൈപ്പാ. അന്നേരം ഒരു സൈഡ് വലിയ വണ്ടി പോകത്തുള്ളൂ, അതാണ് ബ്ലോക്കായത്. അതിലേ പോയ വണ്ടി എങ്ങനെ ഇവിടെ വന്ന് കയറുമെന്ന് ചോദിച്ചില്ലേ? കണ്ടോ വന്ന് കയറുന്ന കണ്ടോ? വീട്ടിൽ പോവാ. പുത്തേട്ട് സ്വാഗതം, പുത്തേട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം എന്നാ താങ്കുട്ടി ഉദ്ദേശിച്ചേ. അതെ അതെ. അതുണ്ടോ പഴയ ഒരു പാലം കണ്ടോ? ആ നല്ല രസമുണ്ടല്ലേ? അതെ, ഞാൻ ഈ സൈസ് പാലം ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇതിന്റെ കാര്യം ഇത്ര മരം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ആദ്യമായിട്ടാണ്. അതെ, ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ് ആണെന്ന് തോന്നുന്നു. ആ ബസിന്റെ കോലം കണ്ടോ? അയ്യോ, അത് ഇത് കഴുകിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. തട്ടുമുട്ടും ഇല്ലാത്തൊരു ഏരിയ ഉണ്ടോ? കുറച്ച് ഗ്ലാസ് ഒക്കെ പൊട്ടിയിരിക്കും. ആ നമ്മളെ കേരളത്തിൽ നിന്ന് ലഡാക്കിലേക്ക് പോയപ്പോഴേ MP കയറിയില്ല, UP കയറിയില്ലായിരുന്നല്ലോ. തിരിച്ച് മൈസൂരിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇപ്പൊ UP കഴിഞ്ഞ് ഇപ്പൊ MP കയറി. നമുക്കുട്ടി ആന പോകുന്നുണ്ടോ? പതുക്കെ നടന്നു പോവാ. പിന്നെ ഓടുവാണോ? അതെ, അപ്പം ഗോളിയറായി. റൈറ്റിലേക്ക് പോയ ഗോളിയർ ടൗൺ. നമുക്ക് ലെഫ്റ്റ് പോവാം. ലെഫ്റ്റ് ഝാൻസി. റൈറ്റിലേക്ക് ഝാൻസി ടൗണിലേക്ക് പോകുന്ന വഴിയാത്. സോറി, ഝാൻസി അല്ലേ, ഗ്വാളിയർ ടൗണിലേക്ക്. നമുക്ക് കണ്ടോ ട്രെയിൻ പോകുന്ന കണ്ടോ? ട്രെയിനിലോ? ട്രെയിൻ കണ്ട ട്രെയിനകത്ത് കയറണം, കുതിര കണ്ട കുതിരപ്പുറത്ത് കയറണം, വെള്ളം കണ്ട വെള്ളത്തിൽ ചാടണം, ഐസ് കണ്ട ഐസ് കയറണം. ഓരോരോ ശീലങ്ങള്. അതല്ലേ ചേട്ടാച്ചൻ പറഞ്ഞേ പതുക്കെ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞേ. അതല്ലേ എനിക്ക് അംഗൻവാടി പോകേണ്ടി തന്നു. IASനല്ലേ പഠിക്കുന്നല്ലേ? ഇതെല്ലാം കൃഷിസ്ഥലങ്ങളാണല്ലോ, ഒരുക്കി ഇട്ടിട്ടേ ഉള്ളല്ലേ? മഴ ചാറി കഴിഞ്ഞാൽ ഉടനെ പരിപാടി തുടങ്ങുന്ന. അതെ, അവിടെ ഒരു സൈഡേ വണ്ടി പോകുന്നുള്ളൂ കേട്ടോ. ഒരു സൈഡ് അവിടെ എന്താ ബ്ലോക്കാന്ന് തോന്നുന്നു. ഞാൻ ഓർത്തോ റോങ് സൈഡ് കയറി വരുന്നതായിരിക്കും ഒന്ന്. റോങ് സൈഡാ കയറി വരുന്നത്, ആ സൈഡ് ബ്ലോക്കാന്ന് തോന്നുന്നതാ. അതുകൊണ്ട് മറ്റേ വണ്ടിക്കാര് പോകുന്ന കണ്ടോണ്ടേ ഇനിയിപ്പൊ എങ്ങനെ വണ്ടി വന്നാലും ആ ഒരു പേടി ഉണ്ടാവും. അതെ, അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവും കേട്ടോ. അതാ വണ്ടി, ആ വണ്ടിയുടെ പുറയിൽ ആ ട്രെയിലർ വന്ന് ഇടിച്ചതാ. ഇതുണ്ടോ? അധികം നേരം ആയില്ലെന്ന് തോന്നുന്നല്ലേ? ആയില്ലെന്ന് തോന്നുന്നത്. മരുന്ന് വേണ്ട സാധനം ആ വണ്ടിയല്ലേ എന്നാണോ? നമുക്ക് ഇത് ട്രാക്ടർ കൊണ്ടുവന്നുണ്ടോ? ആ, അപ്പൊ ഗാളിയാർ ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് 2022 പോയിട്ട് വന്നിട്ട് പണി നടന്നോണ്ടിരിക്കുകയായിരുന്നു. അതെ, എവിടെയെങ്കിലും നിർത്തി നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം കേട്ടോ. അത്യാവശ്യം ഒരു ലുക്കുള്ള കടയാണ് ഈ നോക്കുന്നത്. ഒരെണ്ണം പോലും കാണുന്നില്ല. വലിയ ലുക്കൊന്നും വേണമെന്നില്ല. അങ്ങനല്ല, ചായ കിട്ടാൻ ഒരു ഇത് വേണ്ടേ? ആമക്കുട്ടി വയലന്റ് ആയി തുടങ്ങി. അതെ, വണ്ടി ഇടിച്ച് കത്തിയതാന്ന് തോന്നുന്നു കേട്ടോ. അതെ, അതാ മറ്റേ ടൈപ്പ് ടിപ്പറാ. അതെ അതെ, കയറ്റുന്ന ലോഡ് കണ്ടിട്ടുണ്ടോ?
വണ്ടി വരാൻ കാണിച്ചില്ല, കൂമ്പാരോ ഇങ്ങനെ കയറ്റുന്നേ. അത് അങ്ങനെ കത്തണമെങ്കിൽ ടിപ്പർ അതുപോലെ കത്തണമെങ്കിൽ എന്നാ വീടില്ല ഇവിടുന്ന് രാത്രി ആയിക്കോട്ടെ കാണാൻ സമാധാനം ഇവിടെ. ഒരു കല്ലുമായിട്ടൊരു ട്രാക്ടർ പോകുന്നുണ്ടോ? മറ്റേ അലുവ കട്ട് ചെയ്യാം. അതെ അതെ, കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ ഓരോ പീസായിട്ട്. എന്നെ പൊക്കത്തിലാന്നല്ലേ ഇതിലൊക്കെ വരുന്ന എണ്ണ അത്ര ആയിരിക്കും. ഒരു ചെറിയ പയ്യനാ അത് ഓടിക്കുന്നേ. മധ്യപ്രദേശിലെ സൂര്യാസ്തമയം കണ്ടോ? അസ്തമയം നമ്മള് മാത്രമല്ലേ കാണുന്നുള്ളൂ, അതിനകത്ത് കാണാൻ പറ്റുമോ? ഇതിനകത്ത് ശകലം കാണാം, ശകലം കാണത്തുള്ളൂ. അതെ, നല്ല നമ്മള് കണ്ട പോലെ കാണത്തില്ല. പറഞ്ഞു പോന്നു. ജാൻസി 104 കേട്ടോ. കുഞ്ഞിക്കളെ ആ കല്ലെല്ലാം കൂടെ നോക്കി നല്ലപോലെ ഉണ്ടോന്ന്. കേട്ടോ, പഴയ പോലെ ഒരു ഉത്തരവാദിത്തമില്ല. അതെ അതെ പറഞ്ഞു, ഇതൊക്കെ ചോദിക്കാതെ നോക്കി കണ്ടും ചെയ്യണ്ടേ. അങ്ങനെ തേടി ഞാൻ നോക്കിയതാ, ഒരു കല്ല് ഞാൻ കാണിച്ചു തരാം. ബാ. അതെ അതെ, 1 രൂപയ്ക്ക് വേണത്. ചെറിയൊരു കല്ലിരിപ്പുണ്ട്. അത് ചെളിയാ, അതിനെ കാശുള്ളൂ. ആണ്ട് അതിന്റെ അടിയിലും കൂടെ ഒരെണ്ണം ഉണ്ട്. ചായേ പണി കിട്ടുവാണെങ്കിൽ എനിക്കിട്ടേ കിട്ടുള്ളൂ. അതെ അതെ, ചായ ഞാൻ മാത്രമേ ടെസ്റ്റ് ചെയ്തുള്ളൂ. ചായ മാത്രമേ ടെസ്റ്റ് ചെയ്തുള്ളൂ. ടെസ്റ്റർ കണ്ണപ്പനായിട്ടിരിക്കുവോ ഇപ്പൊ. ഇതൊരു ഗുരുദ്വാരയാണ്. ഇതെന്താ? അതോ, അതൊക്കെ ഇതിന്റെ ഓരോരോ സ്വിച്ചുകളാണ്. അതോ, ഇപ്പൊ നമുക്ക് ഡീസലിന്റെ അളവൊന്നും നോക്കണം. കൂട്ടിയോ ഇവിടെ നോക്കണം, ഇത്ര ഡിസ്പ്ലേ വരുന്നേ. ഒന്ന് നോക്കി കണ്ടോ, 18 ഡീസൽ 65 ലിറ്റർ. ഇനി നമുക്കത് എത്ര കിലോമീറ്റർ ഓടുമെന്ന് ഇപ്പോഴത്തെ ഈ വരവ് അനുസരിച്ചുള്ള നോക്കണമെങ്കിൽ ഈ സ്വിച്ചിന്റെ മേളിലൊന്ന് ഇരിക്കുക. ഈ കാണുന്നിടത്ത് എഴുതി വരും. കിലോമീറ്റർ ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഇപ്പം വന്നില്ല, അങ്ങനെ എഴുതി വരും. 65 ലിറ്റർ അതിൽ എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത് എങ്ങനെ എഴുതി കാണിക്കും. എന്നിട്ട് ഇത് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഡീസലിന്റെ വരും. രണ്ടാമത് ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ ഇതുണ്ട് എത്ര മണിക്കൂർ എന്നുള്ളത് വരും. മൂന്നാമത് ഞെക്കി കഴിയുമ്പോൾ അതിന്റെ അടുത്ത ഓപ്ഷൻ വരും. നാലാമത് ഞെക്കുമ്പോൾ അതിന്റെ അടുത്ത ഓപ്ഷൻ വരും. അങ്ങനെ നോക്കുന്നതാണ് ഇത് രണ്ടും. ഇതെന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ആക്സിൽ ഇല്ലേ, നമ്മുടെ പുഷ് ആക്സിൽ, ആ മേളിൽ അത് പൊങ്ങും താഴുകയും ചെയ്യും. അതിന്റെ സ്വിച്ച് ഇത് പിന്നെ നമുക്ക് വണ്ടി എവിടെയെങ്കിലും താന്നൊക്കെ നിൽക്കുവാണെങ്കിൽ ഈ സ്വിച്ച് ഇട്ട് വെക്കുവാണെങ്കിൽ അത് കറങ്ങാതെ കയറി വരാനായിട്ടുള്ളത്. അത് ഓട്ടത്തിലൊന്നും അബദ്ധത്തിൽ പോലും ഇടാൻ പറ്റുന്ന സാധനമല്ല. ഇട്ടാ സംഗതി എല്ലാം കൂടെ പോകും. പിന്നെ അവിടെ തന്നെ നമ്മൾ കിടക്കേണ്ടി വരും. അതെന്നാന്ന് പറഞ്ഞേ, ഹൗസിങ്ങിനകത്തൊരു ലോക്കുണ്ട്. അതങ്ങനെ ഇട്ടോണ്ട് ഓടിക്കഴിഞ്ഞാൽ ലോക്ക് ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോയാൽ കുഴപ്പമൊന്നുമില്ല. ഒടിഞ്ഞു പോയത് ഹൗസിങ്ങിനകത്തേക്ക് പോകും. പിന്നെ ഇങ്ങനെ ഓടുമ്പം ശരിക്കും അതിനകത്ത് മൊത്തം പലചക്രങ്ങളാണല്ലോ. അതിനിടയ്ക്ക് ആ ലോക്ക് ഒടിഞ്ഞു പോയ പീസ് കയറി കഴിഞ്ഞാൽ അതിന് കംപ്ലൈന്റ് വരും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടേ സ്കൂളിൽ പോകാതെ ഡ്രൈവറായിട്ട് ഇറങ്ങിയേക്കാന്ന് വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നടക്കിയല്ല. നിഖിലിയുടെ ആഗ്രഹം അനുസരിച്ച് ഡോക്ടർ ആകുക എന്നുള്ളതാണ്. ഞാൻ വേറെ 2-3 പേരോട് പറയുകയും ചെയ്തു, നിഖിലി ഡോക്ടർ ആവും. എന്നോട് ചോദിച്ചവരോ. അപ്പൊ ഇനി അതിൽ നിന്ന് പുറകോട്ട് മാറാനും പറ്റത്തില്ല. അവരിത് കണ്ടോണ്ടിരിക്കുന്നവരാ. ഡോക്ടറായാലും ഓടിക്കാലോ. ഡോക്ടറായാലും ഓടിക്കാം. ഏത് തൊഴിലും നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു തൊഴിലൂടെ പഠിച്ചു നോക്കുന്നതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. അതുകൊണ്ട് ഡോക്ടർ ആയിക്കഴിഞ്ഞ് ഓടിക്കുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആ ഇതിൽ നിന്ന് മാറാൻ പാടില്ല. മാറൂല. അതാണ്. ഇതോ, ഈ ലിവറിലാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ, പിന്നെ ഹോണ്, പിന്നെ വൈപ്പർ. അല്ല, ഹോൺ ആ സൈഡ് അല്ല, ഈ വണ്ടിക്ക് ഈ ഒരൊറ്റ ലിവറേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ ലിവർ ഇല്ലല്ലോ. ഈ സ്വിച്ച് ഓണിന്റെയോ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇനി ഇത് മുന്നോട്ടാക്കി കഴിഞ്ഞാൽ വൈപ്പർ 2-3 സ്പീഡ് ഉണ്ട്. 2-3 സ്പീഡ് ഉണ്ട്. വൈപ്പറിന് ഒരു ചെറിയ സ്പീഡ്, പിന്നെ അതിനെക്കാട്ടി ഇച്ചിരി കൂടിയ സ്പീഡ്, ഫുൾ സ്പീഡ്. അപ്പൊ വെള്ളം വരുത്തുന്നു. അത് ഈ മണ്ഡലത്തെ ഇതില്ലേ, ഇത് അങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിച്ചാല് വെള്ളം വരും. ആ കൂട്ടത്തിൽ തന്നെ വൈപ്പർ ഓടുകയും ചെയ്യും. അത് ഡിമ്മും ബ്രൈറ്റും ഇതുണ്ടോ. പിന്നെ ഒന്നുകൂടെ പൊക്കി പിടിച്ചാൽ പാസ് ലാമ്പ്. കണ്ടിട്ടില്ലേ ചില വണ്ടി ഓട്ടത്തിൽ ഇങ്ങനെ ഓടി വരുമ്പോൾ ലൈറ്റ് ഇടുന്ന കണ്ടിട്ടില്ലേ. നമ്മൾ ഇന്നലെ ചണ്ഡീഗഡിൽ നിന്ന് പോന്നിട്ട് ഇപ്പം 24 മണിക്കൂറായി. നമ്മളൊരു 660 കിലോമീറ്റർ ഓടി ജാൻസി അടുക്കാറായി. രാമക്കുട്ടിക്കൊക്കെ ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ ഇച്ചിരി നേരത്തെ കഴിച്ചേക്കാം. ഇന്നലെ ഒന്നും കഴിക്കാതെ കിടന്ന ആള്. അതെ അതെ, 2-3 ദിവസമായിട്ട് രാമക്കുട്ടി വൈകിട്ട് കഴിപ്പില്ല. അത്രയും നേരത്തെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേറ്റ് ആണോ. ഓ, കൈമുട്ടിയോ? ഇത് നേരത്തെ കഴിക്കുവാണെങ്കിലേ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ തന്തൂരി റൊട്ടിയും പിന്നെ ദാലല്ലേ
ചനാ മസാല മിക്സ് വെജ് ഇത്രയും പറഞ്ഞു. അപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും വന്നു, ഫ്രഞ്ച് ഫ്രൈസും വന്നു. ബാക്കി ഇനി വരാനുണ്ട്. കുഞ്ഞിക്കിളിയെ കഴിച്ചെല്ലാം കഴിഞ്ഞ് ഇനി ഉറങ്ങാൻ പോവാ. അപ്പം അതിന് മുന്നോടിയായിട്ട് മുടിയെല്ലാം ചീകി പിന്നിട്ട് കെട്ടാന്ന് പറഞ്ഞു. അപ്പം അല്ലേ മുടി രാവിലെ എഴുന്നേക്കുമ്പോൾ ജട കൂടിയിരിക്കും അല്ലേ? ഇനിയിപ്പോ കഴിച്ചിട്ട് കയറി ഒറ്റ കിടപ്പ്. അപ്പം ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി ഇങ്ങോട്ട് എടുത്തു. അപ്പം ദാമിക്കുട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ വഴക്കാണ്. എന്നാ കയറി കിടന്നോ. ഓക്കെ. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ മാറി ഏട്ടൻ ഡ്യൂട്ടി ഇട്ട് എടുത്തു. ചായ് ബ്രോ ഉറങ്ങാൻ കിടന്നു. നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.